Campus Vibes. Campus Vibes. ക്യാമ്പസ് വൈബ്സിൽ കേരള സാഹിത്യ അക്കാദമിയുടെ തുഞ്ചൻ സ്മാരക പുരസ്കാരം നേടിയ എഴുത്തുകാരൻ KT പ്രവീൺ സംസാരിക്കുന്നു. അവതരണം മനു വിശ്വനാഥ്. നമസ്കാരം. റേഡിയോ CU ക്യാമ്പസ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് കാലിക്കറ്റ് സർവകലാശാല മലയാള കേരള പഠന വിഭാഗത്തിലെ ഗവേഷകനായ KT പ്രവീണാണ്. 2023 കേരള സാഹിത്യ അക്കാദമി തുഞ്ചൻ സ്മാരക എൻഡോമെന്റ് പുരസ്കാരം നേടി 2023 പൗർണമി പുരസ്കാര വിജയി കൂടിയായ ശ്രീ KT പ്രവീണിനെ വളരെ സ്നേഹത്തോടെ ക്യാമ്പസ് വൈബ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി ക്യാമ്പസുകളിലെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രബന്ധ മത്സരങ്ങൾ, പൊതുവായി നടക്കുന്ന പ്രബന്ധ മത്സരങ്ങൾ, ഇവയിലൊക്കെ തന്നെ KT പ്രവീണിന്റെ പേരാണ് ഒന്നാം സ്ഥാനത്ത് കാണുന്നത്. ഈ പ്രബന്ധ രചനയിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാനിവിടെ വരുന്ന സമയത്ത് ഈ എങ്ങനെയാണ് ഒരു അക്കാദമിക എഴുത്ത് എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലായിരുന്നു. കേരളോത്സവമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ചില ചെറിയ ലേഖന മത്സരങ്ങളിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അക്കാദമികമായ എഴുത്ത് എന്ന് പറയുന്നത് കുറേ കൂടെ ഗൗരവമായിട്ടുള്ള ഒരു എഴുത്താണ്. അപ്പോൾ ആ ഒരു എഴുത്തിലേക്ക് എങ്ങനെയാണ് ഞാൻ വന്നു ചേരേണ്ടത് എന്ന് എനിക്ക് ഒട്ടും ധാരണയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവേഷക കൂട്ടായ്മയായിട്ടുള്ള അർക്കം റിസർച്ച് ഫോറമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അക്കാദമികമായിട്ടുള്ള ഒരു വ്യക്തിയോട് ഒരു ക്ലാസ്സൊക്കെ എങ്ങനെയാണ് ഈ എഴുത്ത് നമ്മൾ ആ എഴുത്തിലേക്ക് ഗൗരവമായി കടക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു ക്ലാസ്സൊക്കെ വെക്കുകയായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് തന്നെ ഒരുപാട് അവരോട് സംവദിക്കാറുണ്ടായിരുന്നു. പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് ഒരു പ്രബന്ധം, എനിക്ക് തോന്നുന്നു TP സുകുമാരൻ സ്മാരക എൻഡോമെൻ്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രബന്ധം അന്ന് ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ എഴുതി അയക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ പ്രബന്ധത്തിന് 2ാം സ്ഥാനം കിട്ടി. അപ്പോഴാണ് എനിക്കിത് എഴുത്ത് സാധിക്കുമെന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത്. അന്ന് തന്നെ ആ TP സുകുമാരൻ സ്മാരകവുമായി ബന്ധപ്പെട്ട് 1ാം സ്ഥാനം കിട്ടിയ ഒരു വിദ്യാർത്ഥിയുടെ പ്രബന്ധം ഞാൻ ചോദിച്ചു വാങ്ങുകയും അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കുറേ കൂടെ ആ പ്രബന്ധത്തിൻ്റെ എഴുത്ത് രീതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണത എൻ്റെ ഉള്ളിലുണ്ടാവുകയും അങ്ങനെ വരുന്ന മറ്റ് പ്രബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി തന്നെ ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആശാൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ആ ഒരു പുരസ്കാരം ലഭിച്ചതിന് ഞാൻ 50ഓളം പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ക്രോഡീകരിച്ചെടുത്ത ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ ഒരു പുരസ്കാരം ലഭിച്ചത്. ആ ഒരു പുരസ്കാരത്തിൽ 100ഓളം എൻട്രികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു പുരസ്കാരം ലഭിച്ചതോടുകൂടി കുറേ കൂടെ നമ്മൾക്കൊരു ആത്മവിശ്വാസം ആർജിച്ചെടുക്കാൻ സാധിച്ചു. അങ്ങനെയാണ് പിന്നീട് കൂടുതൽ ഇങ്ങനെ സൂക്ഷ്മമാക്കി അതിലേക്ക് ആ ഒരു എഴുത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രചോദനം എൻ്റെ ഉള്ളിലുണ്ടാവുന്നത്. ഇപ്പോൾ ഇതിന് ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ, പുരസ്കാരം ലഭിച്ചതിൻ്റെ ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കവിതകളുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഈ കവിതയെക്കുറിച്ച് എഴുതുന്നതാണോ കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ എഴുതാൻ കഴിയുന്നത്? അങ്ങനെയല്ല, കവിതയെക്കുറിച്ച് എന്നല്ല, ഏത് കാര്യങ്ങളാണെങ്കിലും എഴുതുക എന്ന് പറയുന്നത് നമുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വിഷയം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എത്രത്തോളം സമഗ്രമായിട്ട് നോക്കിക്കാണാം എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ ഉള്ളിലുണ്ടാവുന്നത്. അപ്പം ഈ കവിതയെക്കുറിച്ചുള്ള പ്രബന്ധങ്ങളാണ് കൂടുതലായിട്ട് ആ സമയങ്ങളിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം ആശാൻ പുരസ്കാരമാണെങ്കിലും അതേപോലെ തന്നെ പൗർണമി പുരസ്കാരമാണെങ്കിലും മറ്റ് വൈലോപ്പിള്ളിയുടെ ആ ഒരു പുരസ്കാരമാണെങ്കിലൊക്കെ ഈ കവിതയുമായി ബന്ധപ്പെട്ട എഴുത്തായിരുന്നു അതിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിനെ സമഗ്രമായി നോക്കിക്കാണുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മറ്റ് ഗദ്യപരമായിട്ടുള്ള മറ്റ് അറിവുകളും നമ്മൾ ശേഖരിക്കും. അതേപോലെ തന്നെ കവിതയിലൂടെയും കടന്നു പോകേണ്ടതുണ്ട് തീർച്ചയായും. അപ്പോൾ കവിതയിലെ വരികൾ, ആ വരികളുടെ എങ്ങനെയാണ് ആ വരികളെ വ്യാഖ്യാനിക്കുക, വായിച്ചെടുക്കുക എന്നുള്ളതൊക്കെ അതിൽ പ്രധാനമാണ്. അപ്പോൾ അത് സമഗ്രമായിട്ട് നോക്കി കാണുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ വിഷയം വന്ന സമയത്ത് അത് അങ്ങനെ തന്നെ എഴുതിയെന്നേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മീരാക്കുട്ടി സ്മാരക പുരസ്കാരം കുമാരനാശാൻ്റെ 150ാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ആയിരുന്നു. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരത്തിൽ സീത എഴുത്തച്ഛൻ്റെയും വാൽമീകിയുടെയും കുമാരനാശൻ്റെയും
ഇത് പറഞ്ഞ സമയത്തും കുമാരനാശൻ വരുന്നുണ്ട്. ഈ കുമാരനാശനെ കുറിച്ച് എഴുതുമ്പോൾ കുറച്ചും കൂടെ ഫലപ്രദമായി എഴുതാൻ കഴിയുന്നുണ്ടോ? അത് ആ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ തീർച്ചയായും നമ്മൾ ഒരു വ്യക്തിയെ രണ്ട് തവണ രണ്ട് വ്യത്യസ്ത വിഷയങ്ങളായിട്ട് സമീപിക്കുന്ന സമയത്ത് തികച്ചും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ആ ഒരു വീക്ഷണകോണിലൂടെ നോക്കിക്കാണേണ്ടത്. അപ്പം ആദ്യം കിട്ടിയ പ്രബന്ധത്തിലുള്ളത് മറ്റൊരു വായനയായിരുന്നു. അത് ഒരു ജ്ഞാനോദയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഒക്കെ ഒരു പരിസരത്തിൽ വെച്ചുകൊണ്ട് അന്വേഷിച്ച ഒരു പ്രബന്ധമായിരുന്നു. പക്ഷേ ഈ കവിതയിലേക്ക് വരുമ്പോൾ അത് വിഷയം വ്യത്യസ്തമാണ്. സീത എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ മാത്രം വെച്ചുകൊണ്ട് കുമാരനാശാൻ ആ സീത കഥാപാത്രത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രബന്ധത്തിൽ വിലയിരുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിക്കാണുന്ന സമയത്ത് രണ്ടും വ്യത്യസ്തമായ വിഷയങ്ങളാണ്. അത് പൊതുവായ വായനയിൽ കുമാരനാശാനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ബോധ്യങ്ങളൊക്കെ ഈ വായനയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വിഷയങ്ങളായിരുന്നു. ആ വിഷയങ്ങളെ വ്യത്യസ്തമായിട്ട് തന്നെ സമീപിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പൊതുവായ വിവരങ്ങളൊന്നും ഒരു പരിധിയിലധികം ഞാനത് ഉപയോഗിച്ചിട്ടില്ല. തീർച്ചയായും കുമാരനാശാൻ സീത എന്ന കഥാപാത്രത്തോട് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണഗതി എന്തായിരുന്നു എന്നുള്ള ഒരു അന്വേഷണം, ആ അന്വേഷണം തന്നെയാണ് ഞാൻ തീർച്ചയായും അതിൽ നടത്തിയിട്ടുള്ളത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു കേരള സാഹിത്യ അക്കാദമി പോലുള്ള വലിയൊരു അംഗീകാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പ്രചോദനമാണ്. മുന്നോട്ടുള്ള എഴുത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രചോദനമാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു പുരസ്കാരത്തിൻ്റെ അവാർഡിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നാട്ടിലും മറ്റ് ഇടങ്ങളിലൊക്കെ ആയിട്ട് ഒരു 10-ലധികം അനുമോദനങ്ങൾ ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ തരുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ് എഴുത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ പരിഗണനയും ആ അംഗീകാരങ്ങളൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അത് നോക്കിയത് നമ്മൾ ഇപ്പോൾ 2022 ഈ കേരള സാഹിത്യ അക്കാദമിയുടെ എൻഡോമെൻ്റ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച സമയത്ത് നമ്മളൊക്കെ തന്നെ അതിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലേക്ക് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മൾ മലയാളം പഠിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അധ്യാപകർ, നമ്മൾ പ്രിയപ്പെട്ട എഴുത്തുകാർ, ഇവരൊക്കെ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവാർഡ് ജേതാക്കളായിട്ട് വരുന്നത്. 2023 സമയത്ത് നമ്മുടെ പടവും പ്രവീണിനെ സംബന്ധിച്ചാണ് പ്രവീണിൻ്റെ ചിത്രവും ആ പോസ്റ്ററിൽ വരുന്നു എന്ന സമയത്ത് കൂടുതൽ സന്തോഷം വരുന്നതായിട്ട് തോന്നുന്നു. അതെ, അതൊരു വല്ലാത്തൊരു അനുഭൂതി, വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനത് കുറിച്ചിട്ടുണ്ട്. ആ ഒരു കൂട്ടത്തിൽ ഞാൻ കുറേ കാലങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ ഈ പത്രങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് അവിടെ കേരള സാഹിത്യമാണെങ്കിലും കേന്ദ്ര സാഹിത്യമാണെങ്കിലും എല്ലാം ആണെങ്കിലും ആ അവാർഡ് കിട്ടുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു വലിയ ആദരവുണ്ട്. അവരുടെ ആ ഒരു എഴുത്തിന് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരം, വലിയ അംഗീകാരമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കുന്ന സമയത്ത് വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്നൊക്കെ വിചാരിച്ച് വളരെ സന്തോഷത്തോട് അല്ലെങ്കിൽ വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് അവരെ നോക്കിക്കണ്ട ഒരു കാര്യം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഞാനിങ്ങനെ ഇപ്പം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. കൂലിപ്പണിക്കൊക്കെ പോയിട്ടാണ് ഞാനൊരു കാലത്ത് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കുള്ള ചെലവും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ജീവിതാവസ്ഥയും ഒരു ഭൂതകാലം തീർച്ചയായും എനിക്കുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സമയത്തും അതിന് അത്തരം ഒരു ഭൂതകാലം ഉണ്ട്. ഞാനിവിടെ ക്യാൻറ്റീനിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്, മെസ്സിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എൻ്റെ അനുഭവം അത്രയും ദുർബലമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയോടുകൂടി എഴുത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ എഴുത്ത് എനിക്ക് തരുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ആ ഒരു അംഗീകാരത്തിന് വേണ്ടി നമ്മൾ ഒരു കാലത്ത് അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും പിന്നീട് നമ്മുടെ ഈ ഒരു പരിഗണനയുടെ ഭാഗമായിട്ട്, നമ്മുടെ ഈ ഒരു എഴുത്തിൻ്റെ ഭാഗമായിട്ട് മാറി വരുന്ന ഒരു അവസ്ഥ, അതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാത്രമേ അത് അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ചെറുതല്ല, അത് ഒരുപാട് വലിയ പ്രചോദനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് എഴുതാനുള്ള ഊർജ്ജം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പ്രബന്ധങ്ങൾ, ഉപന്യാസങ്ങൾ എന്നതിലുപരിയായിട്ട് മറ്റ് വ്യവഹാരങ്ങൾ, കഥ, കവിത, നോവൽ, അങ്ങനെ ഏതെങ്കിലും സാഹിത്യ വ്യവഹാരങ്ങൾ എന്തെങ്കിലും എഴുതുന്ന കൂട്ടത്തിലാണോ? തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാഷ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം തീർച്ചയായും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ കവിത എഴുതിയിട്ടുണ്ട്, ചെറുകഥ എഴുതിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തുഞ്ചൻ സർവകലാശാലയിലെ ജെൻഡർ ജസ്റ്റിസ് ഫോറം നടത്തിയിട്ടുള്ള ഒരു ലേഖന മത്സരവും ഒരു കഥ രചന മത്സരമൊക്കെ ഉണ്ടായിരുന്നു. ഈ
3 മത്സരങ്ങൾക്കും ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലേഖന മത്സരത്തിൽ 1ാം സ്ഥാനവും കഥ, കവിത എന്നിവയ്ക്ക് പ്രത്യേക ജൂറി പരാമർശവും ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് എനിക്ക് തന്നിട്ടുള്ള ഒരു ഊർജം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം പ്രബന്ധം മാത്രമല്ല, അതെ അതെ, അതിൽ ഏറ്റവും ഒരു അത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ അതിൽ 300ഓളം കവിതകളും 200-ലധികം കഥകളും ഒക്കെ വന്നിട്ടുള്ള ഒരു വലിയ മത്സരത്തിൽ പ്രത്യേക ജൂറിയിൽ ഒരു 15-20 സ്ഥാനങ്ങൾക്കിടയിൽ ആ കവിതയും കഥയും വരിക എന്ന് പറയുന്ന സമയത്തുണ്ടാകുന്ന ഒരു ആഹ്ലാദം അത് വളരെ വലുതാണ്. അപ്പോൾ കവിതയുടെ മേഖലയിലും അല്ലെങ്കിൽ കഥയുടെ മേഖലയിലും എനിക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളിലുണ്ട്. എന്നാൽ പോലും എനിക്ക് കുറേ കൂടെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതും കുറേ കൂടെ എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നതൊക്കെ പ്രബന്ധമാണ്. കുറേ കൂടെ അക്കാദമികമായിട്ടുള്ള, വൈചാരികമായിട്ടുള്ള, കുറേ കൂടെ വൈജ്ഞാനികമായിട്ടുള്ള മേഖലയിലുള്ള എഴുത്തിനെയാണ് ഞാൻ കുറേ കൂടെ ഗൗരവമായിട്ട് കാണുന്നത്. കഥയും കവിതയും കാണുന്നില്ല എന്നല്ല, എങ്കിൽ പോലും അതിനുള്ള സമയത്തിനേക്കാൾ കൂടുതൽ എനിക്ക് ഇതുപോലെയുള്ള പ്രബന്ധങ്ങളിൽ എഴുതാനാണ് താല്പര്യം. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം, കഴിഞ്ഞ തവണ ഒരു നോവൽ മത്സരത്തിനൊരു കൃതി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഒരു 4 പ്രബന്ധ മത്സരം കടന്നു വരുന്നത്. ആ സമയത്ത് ഞാൻ നോവൽ ഒരു 56 പേജ് എഴുതി അവിടെ നിർത്തിവെച്ചു. പിന്നീട് അത് പൂർത്തീകരിക്കാനുള്ള ഒരു വൈകാരികാവസ്ഥ എനിക്ക് ആ സമയത്ത് ഉണ്ടായില്ല. അപ്പോൾ ആ സമയം ഞാൻ അത് കുറച്ച് മാറ്റി വെച്ച് 4 പ്രബന്ധം എഴുതി. ഒരു പക്ഷേ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് ചിലപ്പം ആ ഒരു നോവൽ പൂർത്തീകരിക്കാൻ കഴിയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു മത്സരത്തിനൊക്കെ ഉപരിയായിട്ട് നോവൽ എന്നുള്ളൊരു വ്യവഹാരം നമ്മുടെ പേരിൽ വരുന്നു എന്നുള്ളത് വേറൊരു സന്തോഷം. ഞാൻ അതിന് മത്സരത്തിൽ ഒരു ആനന്ദം കണ്ടെത്താൻ വേണ്ടി എഴുതി എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ തീർച്ചയായും അത് പൂർത്തീകരിക്കണം എന്നുണ്ട് എനിക്ക്. അത് ഒരു 56 പേജ് ആയിട്ടേ ഉള്ളൂ. ഇനി കുറച്ചുകൂടിയും അത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഒരു നോവല് ഇനി ഭാവിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ വരാമെന്ന് ലഭിക്കാൻ കഴിയട്ടെ. ഒരു സമയത്ത് ഗവേഷകനാണ്. ഈ ഒരു ഏത് മേഖലയിലാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ ഗവേഷണ വിഷയം എന്ന് പറയുന്നത് ഓണാഘോഷ പരിണാമം, അച്ചടി മാധ്യമങ്ങളെ മുൻനിർത്തിയുള്ള സാംസ്കാരിക വിശകലനം എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷം, ഇപ്പം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആഘോഷം, തീർച്ചയായും അത് അച്ചടി മാധ്യമങ്ങളിലൂടെയാണ് മലയാളികൾക്കിടയിൽ കൂടുതലായിട്ട് ഇന്ന് കാണുന്ന ഒരു തലത്തിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അന്വേഷണം എങ്ങനെയാണ്, അതിൻ്റെ ഒരു പരിണാമം എങ്ങനെയാണ്, ആഘോഷത്തിൻ്റെ പരിണാമം ഏത് തരത്തിലാണ് അച്ചടി മാധ്യമങ്ങളിൽ സംഭവിക്കുന്നത് എന്നുള്ളത്, ഈ അച്ചടി മാധ്യമങ്ങളെ തീർച്ചയായും ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു വായനയാണ് അതിൽ ഞാൻ ചെയ്യുന്നത്. ആ ഒരു അതിൻ്റെ തുടർച്ചയായിട്ട് വയ്ക്കണേ. അപ്പോൾ ഓണം ഒരു വിപണിയുടെ ഉത്സവമായിട്ട് മാറി. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഓണം ഒരു വിളവെടുപ്പ് ഉത്സവം എന്ന രീതിയിലാണ്. അത് മാറിയിട്ട് പുതിയ കാലഘട്ടത്തിൽ വരുന്ന സമയത്ത് വിപണിയുടെ ഉത്സവമായിട്ട് മാറിയിട്ട് ആ ഒരു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? തീർച്ചയായും നമ്മുടെ ആഘോഷങ്ങളൊക്കെ അതിനങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ഓണം എന്ന് പറയുന്നത് ഇന്ന് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു ധൂർത്ത് തന്നെയാണ്. കാരണം അത് ആഘോഷത്തിൻ്റെ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്ത് എന്നൊന്നും അറിയേണ്ട കാര്യമില്ല. പൊതുവിൽ നമുക്ക് എല്ലാ മനുഷ്യർക്കും ആഘോഷിക്കാൻ ഒരു കാരണം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ അത്രയധികം ആഘോഷിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയാണ് മലയാളികൾക്കുള്ളത്. അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളെയും വലിയ ആഘോഷമാക്കി മാറ്റുന്ന ഒരു രീതിയുണ്ട്. അതിനിടയിൽ തന്നെ ഇതേപോലുള്ള വിപണി കാര്യങ്ങളൊക്കെ അതിനിടയിൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നുമുണ്ട്. അപ്പോൾ ഓണത്തിന് പിന്നിലുള്ള ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള അതിന് കാരണം പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ മിത്തുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മിത്തുകൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പഠനവുമായി ബന്ധപ്പെട്ട് ഇത്തരം മിത്തുകൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? തീർച്ചയായും ഈ ഓണത്തെ സംബന്ധിച്ച് എല്ലാ ആളുകളിലും ഉള്ള ഒന്ന്, മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നും പ്രജാ തൽപരനായ മഹാബലി ഓരോ വർഷവും അവരുടെ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഓണം എന്ന് ഉള്ള ഒരു മിത്താണ് നമ്മൾക്ക് മുന്നിലുള്ളത്. മറ്റു കാരണങ്ങളും ഓണത്തെക്കുറിച്ച് തീർച്ചയായും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പം മഹാവിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രമാണ് ഈ ഓണ ദിവസം എന്ന് പറയുന്നുണ്ട്. അതേപോലെ ചേരമാൻ പെരുമാൾ മക്കത്തേക്ക് പോകുന്ന ആ ഒരു ദിവസത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ഓണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കേരളത്തിൻ്റെ കാർഷിക ഉത്സവമാണ് ഓണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ പരശുരാമൻ കേരളം സന്ദർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ നിരവധി കാരണങ്ങൾ ഓണത്തിൻ്റെ പിറകിലുണ്ട്. അപ്പം അതിൽ ഒരു ഏക കാരണം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ഈ ഒരു മിത്ത്, ഈ
മഹാബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്ന ഈ മിത്താണ് ഇപ്പം കൂടുതലും മലയാളികളുടെ മനസ്സിലൊക്കെ തങ്ങി നിൽക്കുന്ന ഒന്ന്. ഇപ്പോൾ ഒരു രസകരമായൊരു ചോദ്യമാണ്, ഞാൻ ഗവേഷണത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മളെ അസുര ചക്രവർത്തിയായിട്ടുള്ള മഹാബലി, ഈ അസുരനായിട്ടുള്ള ഒരാൾ ഇത്രത്തോളം പ്രജാതൽപരനാവുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അതെങ്ങനെ വരുമെന്നുള്ളൊരു ആശങ്ക എൻ്റെ ഇത് കേട്ട സമയത്ത് ഒന്ന് ആലോചിച്ച് വന്നേ. അതിനൊരു സൈക്കോളജിക്കലായിട്ടുള്ള എങ്ങനെ വരും എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ട്? തീർച്ചയായും അതൊക്കെ കഥകളാണല്ലോ. അപ്പോൾ ആ കഥകളിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം അങ്ങനെ അത്രയധികം പ്രജകളെ താല്പര്യമുള്ള ഒരാളാണ്, ദൈവസങ്കല്പത്തിൽ നിൽക്കുന്ന അസുരൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ അപ്പുറത്തുണ്ട്. അത് ഉണ്ട്. അതേപോലെ തന്നെ ഈ മഹാവിഷ്ണുവാണ് വാമനൻ്റെ വേഷത്തിൽ വരുന്നത്. അങ്ങനെ അത്ര പ്രജാതൽപരനായ ഒരു രാജാവിനെ എന്തുകൊണ്ടാണ് ഈ ചവിട്ടിത്താഴ്ത്തേണ്ട ആവശ്യം? ഇതിൽ ഒരു ലോജിക്ക് അന്വേഷിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഈ മിത്തുകളിൽ ഭാവന നിറഞ്ഞ കഥകളാണ്. അതേപോലെ പലതരത്തിലുള്ള കഥകൾ അതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ചവിട്ടിത്താഴ്ത്തുകയല്ല ചെയ്തത്, ഇതിൻ്റെ ഇടയിലുള്ള ഒരു ലോകത്ത് മഹാബലിയെ രാജാവായി പ്രതിഷ്ഠിക്കുകയായിരുന്നു ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിനിടയിലുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ വല്ലാത്തൊരു സങ്കീർണമായിട്ടുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ എന്തു ആഘോഷമാക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ നമ്മളടങ്ങുന്ന ഒരു തലമുറയാണ്. എന്തു ആഘോഷമൊക്കെ ഒരു എനിക്ക് തോന്നുന്നു കോവിഡാനന്തരം കുറച്ചും കൂടെ ഈ ആഘോഷങ്ങൾ എങ്ങനെ ഓരോ സെക്കൻഡും നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഓരോ സെക്കൻഡും നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അതിൽ പെടുന്നതാണ് ഓണം. കുറച്ചും കൂടെ എല്ലാ വിഭാഗം ജനങ്ങളും, അവിടെ ജാതി, മതം, ലിംഗം ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു വേളയായിട്ട് ഓണം മാറിയിട്ടുണ്ട്. അതിന് പിന്നിലും ഈ ഒരു വിപണി താല്പര്യമാണോ അതോ മറ്റെന്തെങ്കിലും താല്പര്യം, അങ്ങനെ എന്തെങ്കിലും? വിപണി താല്പര്യം മാത്രം എന്ന് പറയാൻ പറ്റില്ല. ഒരു തരത്തിൽ മലയാളികളെ മുഴുവൻ ഒന്നിച്ചു നിർത്തുന്ന ഒരു ആഘോഷമായിട്ടാണ് ഇത് വരുന്നത്. വർഷം മുതൽ അതെ, അത് 1960 പട്ടം താണുപിള്ളയുടെ സർക്കാരാണ് ഈ ഓണത്തെ ഒരു ദേശീയോത്സവമായിട്ട് മാറ്റുന്നത്. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് ഈ ഓണം പലതരത്തിൽ ഇതുപോലെ വിപണി രീതിയിലൊക്കെ കൂടുതലായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഇന്നെത്തുന്ന രീതിയിൽ നമുക്ക് കാണാം ഈ വിപണിയും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓണം വലിയ ഒരു ആഘോഷമായി തീരുന്ന ഒരു അവസ്ഥ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് തീർച്ചയായും ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഈ ഓണത്തിൻ്റെ ഒരു കൂടുതൽ വിപണി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ ആളുകൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. ആ ലക്ഷ്യങ്ങൾ മാറ്റി തീർക്കാൻ വേണ്ടി അതിന് ഓണത്തെ പല രീതിയിൽ അവർ ഉപയോഗിക്കുന്നുമുണ്ട്. ഇപ്പം മഹാബലിയുടെ ഒരു പരസ്യങ്ങളും കാര്യങ്ങളും വാമനൻ അതിൽ കടന്നു വരുന്നുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട മിത്തിലെ എല്ലാ കഥാപാത്രങ്ങളും അതിന് വേണ്ടിയിട്ട് കടന്നു വരുന്നുണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട്, അതേപോലെ ഓഫറുകൾ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓണത്തിന്. പ്രവീണ് ദൃശ്യമാധ്യമങ്ങളിൽ ബേസ് ചെയ്തിട്ടാണ് ഗവേഷണം നടത്തുന്നത്. അച്ചടി മാധ്യമങ്ങൾ. ഈ അച്ചടി മാധ്യമങ്ങൾ ഈ ഓണക്കാലത്ത് വരുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ട് പേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹോം അപ്ലയൻസസിൻ്റെ ഒരു നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പത്രമാധ്യമങ്ങളും, മലയാളത്തിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് പത്രമാധ്യമങ്ങളൊക്കെ തന്നെ വരുന്നത് ഹോം അപ്ലയൻസസിൻ്റെ ഒരു പരസ്യമാണ്. അപ്പോൾ ഈ ഓണക്കാലം ഹോം അപ്ലയൻസസിൻ്റെ പരസ്യമായിട്ടും വരുന്നു. അതിൻ്റെ ഒരു പിന്നിലുള്ള ലോജിക്കിനെ കുറിച്ചിട്ട് ഈ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് കടന്നു ചെന്നിട്ടില്ല. എങ്കിലും നമ്മൾ കണ്ടുവരുന്ന സമയത്ത് ഈ ഓണക്കാലം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ മലയാളികൾ എല്ലാവർക്കും ഉള്ള പുതിയ കാര്യങ്ങൾ വാങ്ങിക്കാനും ഈ ബോണസ് നൽകുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഒരുപാട് സാമ്പത്തികം ആ സമയത്ത് കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നു. അപ്പം വസ്ത്രങ്ങളുടെ കൂടുതൽ ഓഫറുകൾ നൽകുന്നു. വസ്ത്ര വ്യാപാര രംഗത്തൊക്കെ കൂടുതൽ ഇത് ഉപയോഗപ്പെടുത്തുന്നു. ഇതേപോലെ ഗാർഹികോപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഇപ്പോൾ കുറേ കൂടെ കണ്ടുവരുന്നത് ഈ ഫുഡിൻ്റെ സദ്യ കാര്യങ്ങളൊക്കെ വല്ലാതെ ഒരു വിപണി രംഗത്തേക്ക് വരുന്നു. പൂക്കളുടെ ഒരു വിപണി അത് കൂടി വരുന്നു. അങ്ങനെ എല്ലാ വിപണിയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കൂടി വരുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അത് ആ ഓണക്കാലത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ അവരതിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം കാണുകയാണെങ്കിൽ മാതൃഭൂമി
ഓണപ്പതിപ്പ് വരുന്നുണ്ട്. ആ ഓണപ്പതിപ്പിലൊക്കെ ഇപ്പം എത്രത്തോളം പേജുകളുണ്ട് എന്നുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം. അതിലൊരു പകുതിയിലധികം പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 2 പതിപ്പുകളൊക്കെയാണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആഴ്ച പതിപ്പുകളാണെങ്കിൽ വരികളൊക്കെ തന്നെ വരുമ്പോഴും ഇവരൊക്കെ തന്നെ ഓണപ്പതിപ്പ് വരുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ പറഞ്ഞ പോലെ 2 വാല്യമായിട്ടാണ് വരുന്നത്. അതിൽ ബഹുഭൂരിപക്ഷം പരസ്യങ്ങളും വരുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു പരസ്യതന്ത്രം. ഇപ്പോൾ പ്രവീണ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു വിപണി പിടിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായും നമ്മൾ വളരെ കുറച്ച് സമയം പ്രവീണിൻ്റെ ഗവേഷണവും അതുപോലത്തെ പ്രബന്ധങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനിയും കൂടുതൽ പ്രബന്ധങ്ങൾ എഴുതാനും അതുപോലെ തന്നെ ഇനിയിപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പ്രവീണിൻ്റെ പേരിൽ ഒരു നോവൽ വരാനുണ്ട് എന്നുള്ളതാണ്. പ്രവീൺ പറഞ്ഞു ഏകദേശം 56 പേജോളം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ നോവലൊക്കെ തന്നെ മലയാള സാഹിത്യത്തിന് ലഭ്യമാകട്ടെ. കഥയും കവിതയും അതോടൊപ്പം തന്നെ പ്രബന്ധങ്ങളും അതുപോലെ ഒരുപാട് അവാർഡുകളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, ഒരു കാര്യം കൂടി പറയാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്യുന്ന കാലഘട്ടത്തിൽ ഞാൻ കടന്നു വന്നിട്ടുള്ള എൻ്റെ ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഒരു ആനന്ദവും അത്ഭുതവും അഭിമാനമൊക്കെയാണ് തോന്നുന്നത്. കാരണം ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് വ്യക്തികൾ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സമയത്ത് റേഡിയോ, യൂണിവേഴ്സിറ്റി റേഡിയോ ഇത് വന്നതിന് ശേഷം അവരുമായിട്ടുള്ള അഭിമുഖങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളെ പ്രിയപ്പെട്ട എൻ്റെ ഗൈഡും അധ്യാപകനുമായിട്ടുള്ള സോമൻ മാഷിൻ്റെ ഒരു അഭിമുഖം മുഴുവനായിട്ട് അതിൽ കേട്ടു. അപ്പം അതൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്കൊരു ആനന്ദമാണ്. ഇങ്ങനെ എന്തായിരിക്കും ഇതിനുള്ളിലുണ്ടായിരിക്കുക. അപ്പം നമുക്ക് ഇതിനുള്ളിൽ എന്താണെന്ന് അറിയില്ല. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു ലോകം, ഒരു വല്ലാത്തൊരു ലോകം, മറ്റുള്ളതിൽ നിന്നൊക്കെ മാറി നമ്മൾ 2 പേരും മാത്രം ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ലോകം, ഈ ഒരു മുമ്പിലിരിക്കുന്ന ഈ മൈക്ക്, ഈ ചുറ്റിലുള്ള ഈ ലൈറ്റുകൾ, കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന ഒരു അത്ഭുതം. അത് തീർച്ചയായും എന്നെപ്പോലുള്ള ഒരാൾക്ക്, ഒരു എഴുത്തുകാരന് കുറേ കൂടെ പ്രചോദനം നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു പരിപാടിക്ക് വേണ്ടി കുറച്ച് സമയം എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചതിലുള്ള സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ക്യാമ്പസ് വൈബ്സിൽ എഴുത്തുവിശേഷങ്ങൾ പങ്കുവച്ചത് കേരള സാഹിത്യ അക്കാദമിയുടെ തുഞ്ചൻ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ KT പ്രവീൺ. അവതരണം മനു വിശ്വനാഥ്. Campus Vibes. Campus Vibes.